ഹലോ ഗൈസ്, എന്താ പരിപാടി? തറവാട്ടിലെ നോമ്പുതറ. ബാ, നമുക്ക് ആരൊക്കെ വന്നിക്കണ് നോക്കട്ടെ. ഫസ്റ്റ് കമോൺ ഗൈസ്. യോ അജു, എത്രാമത്തെ നോമ്പാ? 15. 15. ഇതോ എത്രാമത്തെ നോമ്പാ? 14 നോമ്പ്. 14 നോമ്പ്. നോമ്പുണ്ടോ? എക്സാം അല്ലല്ലോ, ക്ലാസ് കഴിഞ്ഞ് വരികയാണ് ഗൈസ്. ചിക്കൻ പഠിക്കാൻ തീരുമാനിച്ചു. അമ്മായി കാക്കാന്റെ ഓട്ടർഷയുമായി വന്നു. നമ്മളെ സുനിയമ്മായി എത്തി. സുനിയമ്മായിന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. വരട്ടെ. മിനിമോൾ കൊയങ്ങിയോ? നോമ്പുണ്ടോ? പിന്നെ നോമ്പില്ലാതെ ഈ ബഹളൊന്നും വക വെക്കാതെ നമ്മൾ അതിന് നല്ല ഉറക്കത്തിലാട്ടോ. അങ്ങനെ അടുക്കളയിൽ എന്തൊക്കെയോ പരിപാടി നോക്കാൻ പോയ സമയത്താണ് ഇതൊക്കെയാണ് അടുക്കളയിലെ പരിപാടികൾ. പക്കവടയും സമൂസയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെയാണ്, നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങില്ല. അപ്പം അതിനുള്ള കൂട്ടൊക്കെ റെഡിയാക്കും കേട്ടോ അമ്മമ്മ. അങ്ങനെ ഇത് അമ്മമ്മയാണ് മെയിനായിട്ട് സമൂസയും പക്കവട ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പത്തിരി ഉണ്ട്, ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ട്. അപ്പോൾ പത്തിരി അമ്മമ്മ അതിങ്ങനെ ബോളാക്കിയിട്ട് ഒന്ന് പ്രസം വെച്ച് അമർത്തി കൊടുക്കും. മൂത്തമ്മ അത് പരത്തിയെടുക്കും. പിന്നെ നീനുമാണ് കേട്ടോ ഈ പത്തിരി ചുടുന്നത്. നമുക്കറിയില്ലെങ്കിൽ നമുക്കൊന്ന് ചുട്ട് നോക്കണമല്ലോ. അങ്ങനെ നീനുമാണ് പത്തിരിയൊക്കെ എടുത്ത് ചുട്ട് നോക്കണത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ബാക്കി പത്തിരിയൊക്കെ ചുടാൻ നമ്മൾ ഉമ്മമാനെ തന്നെ ഏൽപ്പിച്ച് വരാൻ നമ്മൾ ചുട്ടാൽ ശരിയാവില്ല, ബാക്കിയെല്ലാം കരിഞ്ഞ് പൂക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ എൻ്റെ മാമാരെല്ലാം കൂടെ വട്ടം കൂടി നിന്നും കണ്ടത് ആ സമൂസൻ്റെ ഫില്ലിങ്സൊക്കെ നിറക്കണേ. അപ്പോൾ സമൂസൻ്റെ ലീവ്സ് ഇതുപോലെ വാങ്ങിയിട്ട് ഈ മസാല ഫില്ലിങ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതും എൻ്റെ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിക്കുള്ള വെജിറ്റബിൾസ് എന്താ ചോദിച്ചാൽ അധികം എന്തൊക്കെയിട്ടുണ്ട്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഉള്ളി, പിന്നെ മസാലകളെല്ലാം ഇട്ടിട്ട് അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഫില്ലിങ്സ് എന്ന് പറയുന്നത്. പിന്നെ അതെല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം എത്ര സമൂസ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു 100-150 സമൂസ എന്തായാലും ഉണ്ടാവും. കാരണം അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സമൂസയും പക്കവാടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കരിയാതെ ഇതുപോലെ ചുട്ടെടുക്കുന്നത് എൻ്റെ 2 അമ്മമാരാണ്. അമ്മമാർ പറഞ്ഞാൽ ഉപ്പാൻ്റെ ബ്രദേഴ്സിൻ്റെ ഭാര്യമാർ. അപ്പോൾ ഇതെല്ലാം റെഡി, അവർക്കാണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 2 പേരും കൂടെ അത് നല്ലപോലെ വറുത്ത് കോരി എടുത്തു. അപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ വിശക്കാൻ തുടങ്ങി. നോമ്പ് തുറക്കാൻ ഇനി എത്രയോ സമയം ബാക്കി, 1 മണിക്കൂർ. അങ്ങനെ നമ്മളെ ബഹളം ഒച്ചപ്പാടൊക്കെ കേട്ട് നമ്മളെ അതിനു ഇവിടെ നീശിക്കണം കേട്ടോ. അതിനു ഉറങ്ങി നീശിക്കണേ. അതിനെ കാണിച്ചു തരാം. എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ ലൂഡോ ഒക്കെ കളിക്കൂട്ടോ. പിന്നെ അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വല്ലാതെ വിശപ്പൊന്നും അറിയൂല. സമയം അങ്ങനെ പോയിക്കോളും. ഒരു 5:30 ആയപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പായകളും ഇതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഹാൾ മൊത്തം ഫ്രൂട്ട്സ് പച്ചമുന്തിരി ഉണ്ടായി. പച്ചമുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അമ്മേൻ്റെ ഫേവറേറ്റ് വത്തക്ക ഉണ്ട്. പിന്നെ മാങ്ങ. നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ മാങ്ങ തിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാട്ടോ ഞാൻ മാങ്ങ തിന്നാൻ പോണത്. അപ്പം മാങ്ങ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണ തിരക്കിലാണ്. കാരണം ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് ആ ഒരു പ്ലേറ്റിൽ തന്നെ അത്യാവശ്യം ആ ഒരു 3-4 ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇതുപോലെ അടുക്കി വെച്ച് സെറ്റാക്കി വെക്കുന്ന തിരക്കിലാട്ടോ എല്ലാവരും അല്ല, ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ഇങ്ങനെ മാമാരും എല്ലാവരും കൂടെ ചേർന്നത് അനുജും ഒക്കെ അത് കൊണ്ടുപോയി വെക്കണുണ്ട്. ഒക്കെ സെറ്റാക്കിയിട്ട് അത് ഇനി ടേബിളിൽ നമ്മൾ കൊണ്ടുപോയി വെക്കണം. കാരണം ഇനി സമയമില്ല, ഇനി ആകെ ഒരു അരമണിക്കൂർ സമയമൊക്കെ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണേ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് വെള്ളമോ ജ്യൂസ് അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ കഴിയുള്ളൂ. നല്ല വിശപ്പുണ്ട്, നമ്മളെല്ലാം കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് ഫില്ലാവുകയെ. അപ്പം മെയിനായിട്ട് ഇതാണ് മെയിൻ കോഴ്സ്. നമ്മൾ പിന്നെ കഴിക്കുള്ളൂ, നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ മെയിൻ കോഴ്സ് കഴിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്ലേറ്റിലും നല്ലപോലെ വെക്കുന്നുണ്ട്. പിന്നെ അത് കൊണ്ടുപോയി ടേബിളിലൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ പുറത്തും 2-3 ടേബിൾ ഇട്ടിട്ടുണ്ട് അതിന് പുറത്ത്.
പുറത്തും അകത്തും ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെയും കൊണ്ടുവച്ചു. ചില വിശേഷങ്ങൾ ചോദിക്കാം. നോക്കുമ്പോൾ റൂമിൽ എല്ലാവരും ക്ഷീണിച്ചോ? ഇവിടെയോ മീനൂന് പിന്നെ ക്ഷീണം തോന്നുന്നില്ല. ക്ഷീണമൊന്നുമില്ലെങ്കിലല്ലേ അവിടെ കച്ചറയായി അടിയായി. ബാങ്ക് കൊടുക്കാൻ എത്ര നേരം ഉണ്ടാവും? 39-നല്ലേ ബാങ്ക്? കണക്ക് കൂട്ടി. കണക്കിൽ ഞങ്ങൾ കുറച്ച് വീക്കാണ്. എല്ലാരും കിട്ടിയില്ലേ? വീടെടുക്കാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി ലുവമ്മായി വന്നിട്ടുണ്ട്. ഇഷ്ടമായോ എന്ന് എല്ലാരും കമന്റ് ചെയ്യുക. സാനി പറയേ, എങ്ങനെയുണ്ട് ലുവമ്മായി ഒരുങ്ങിട്ട്? എങ്ങനെയുണ്ട്? പേര് പറയേ. മടിയാണ് പറഞ്ഞത്. പേര് പറയണ്ടേ? പേരറിയാത്തൊരു കുട്ടി. ഇതാണ് ആയിച്ചമ്മ അല്ലേ? റെഡിയാക്കി വെക്കുന്നുണ്ട് അല്ലേ? അജു മെയിനാണ്. അജു ഒക്കെ റെഡിയാക്കിയോ? അജു ഇടക്ക് എടുത്ത് തിന്നോ? സെറ്റായി. അങ്ങനെ പുറത്ത് വെച്ച 3 ടേബിളിലും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടോ. സനോട് അയിനുവിനെ കളിപ്പിക്കുന്നുണ്ട്. മുത്താബിയാണ് കേട്ടോ അയിനുവിനെ എടുത്ത് നിൽക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒന്നും ഓൻ ഉറങ്ങൂല. ഉറങ്ങി നീച്ചാണ്, നല്ലൊരു ഉറക്കം ഉറങ്ങി. നമ്മളെ ബഹളമൊക്കെ കേട്ട് നീച്ചാണ്. എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലീന് ഇതാക്കണ്. കുറച്ച് സമൂസയും പക്കവടയൊക്കെ എടുത്തിട്ട് പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുപോയി വെക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഒരു 6:30 ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 39-40 ബാങ്ക്. അപ്പോഴത്തേന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് എല്ലാം പെട്ടെന്ന് കൊണ്ടുപോയി വെക്കണം. അടുത്തത് സച്ചു കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ സോനു എല്ലാവരും കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം. ഞാൻ മാത്രമാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ഒരു സപ്പോർട്ടിന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെ. പൊന്നൂസ്. അപ്പോൾ ലാസ്റ്റായിട്ട് പൊന്നൂസിൻ്റെ വക ഓളും കൂടെ കൊണ്ടുപോയി വെച്ചു. നമ്മൾ അയിനുക്കുട്ടീനെ കാണിച്ചു കേട്ടോ. ഞങ്ങൾ അയിനുക്കുട്ടി ഹായ് പറഞ്ഞ നമ്മള് വ്ലോഗ് എടുക്കുമ്പോ നമ്മളെ വേറെ ആരോ എടുക്കുന്നുണ്ട്. കുട്ടി ഹായ് പറയ്. കുട്ടിന്റെ വക എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്. ഹായ് പറ. ഹായ്. എല്ലാവരും തിരിച്ച് കുട്ടികൾ ഹായ് കൊടുക്കേണ്ടതാണ്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കുട്ടി പറയലുണ്ട് ഓനക്ക് എൻ്റെ ചാനലൊന്ന് വന്നൊരു ഹായ് ഒക്കെ പറയണമെന്ന്. പിന്നെ നട്ടോനൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയത്, വീഡിയോ എടുക്കാൻ പറ്റിയത്. അങ്ങനെ കാത്തിരുന്ന് ബാങ്കൊക്കെ കൊടുത്തിട്ടോ. നമ്മളിതെല്ലാം കഴിക്കണ തിരക്കിലാണ്. സമൂസ കഴിച്ചു നോക്കാം. എല്ലാവരും അങ്ങനെ നമ്മൾ നല്ലപോലെ കഴിച്ചുകൊണ്ട് തന്നെ ആദ്യം വെച്ച സമൂസയൊക്കെ തീർന്ന് കാലിയായി. നമുക്ക് രണ്ടാമതും കൂടെ സമൂസ ഒരു പ്ലേറ്റിൽ കുറച്ച് സമൂസ ഉണ്ട് അതും കൂടെ കൊണ്ടുവച്ചിരുന്നേ. തരുമ്പോൾ സാധനം നമുക്ക് ഇങ്ങനെ കൊണ്ടുതരും. അത് കഴിഞ്ഞു ഗൈസ്.
രണ്ടാമത്തെ പ്ലേറ്റ് സമൂസയും കാലിയാക്കിയിട്ട് പിന്നെ നമുക്ക് നിജു കൊണ്ടുവന്നതാട്ടോ മൂന്നാമത്തെ പ്ലേറ്റിൽ. അപ്പം അതും വെക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും കൂടെ എടുത്തു. അവസാനം എനിക്ക് പിന്നെ പൊന്നൂസ് എടുത്തു തന്നു കേട്ടോ. അങ്ങനെ അതും തിന്ന് കഴിഞ്ഞു. എല്ലാം പ്ലേറ്റ് മൊത്തം കാലിയാക്കി. എല്ലാവരും എല്ലാ ടേബിളിലും ഇരുന്നവരൊക്കെ നീച്ച് പോയിട്ടുണ്ട്. നമ്മളെ ടേബിളിൽ മാത്രമാണ് ആൾക്കാർ ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ അറിയില്ല, ഭയങ്കര വിശപ്പ്. അങ്ങനെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളെ മെയിൻ ഐറ്റം ബീഫ് ബിരിയാണി കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഇന്ന് തിരിച്ചും പോകണം. നാളെ ക്ലാസ്സും എക്സാമൊക്കെ ഉള്ള ടൈമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു പോകാനുള്ളതുകൊണ്ട് വലിയ വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കാണുന്നത് പെരുന്നാൾക്കായിരിക്കും. ഇപ്പോൾ ഇന്ന് വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലെത്തണം. ക്ഷീണിച്ചു. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിതാ അതുപോലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.